ഹായ് ഗിരി. ഹായ്. എന്താ ഒരു ന്യൂസിനുള്ള മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞത്? ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ആ, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു പാവം പെൺകുട്ടി ക്രൂശിക്കപ്പെടും, അതും ചെയ്യാത്ത കുറ്റത്തിന്. അത് നടക്കാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഗിരി, വിഷയം എന്താണെന്ന് പറ. ഇതൊരു വക്കീൽ നോട്ടീസാ. വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെട്ട് എന്റെ ബന്ധു കൂടിയായ നടൻ നീൽ മഹേഷ് ഭാര്യയായ സ്വാതിക്ക് അയച്ച നോട്ടീസ്. ഇതൊന്ന് വായിച്ചു നോക്ക്. ന്യൂസിനുള്ള എന്തെങ്കിലും സ്കോപ്പ് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഈ നോട്ടീസ് പ്രകാരം വിവാഹമോചനത്തിലുള്ള കാരണമായി പറയുന്നത് സ്വാതിയുടെ തടിയാണ്. തടി കൂടുതലായത് കാരണം ഭാര്യയിൽ നിന്ന് വിവാഹമോചനം വേണം. ഇതൊരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയാ. മാത്രമല്ല, സ്ത്രീ വിരുദ്ധമായൊരു നിലപാടും നമുക്ക് ഈ ന്യൂസിലൂടെ കാണിക്കാൻ പറ്റും. കാണിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഈ ഡിവോഴ്സ് നടക്കാൻ പാടില്ല. വാർത്ത ഞാൻ കത്തിച്ചേക്കാം. ഒന്ന് ചോദിച്ചോട്ടെ, കല്യാണം കഴിക്കുമ്പോഴും സ്വാതിക്ക് ഇതേ തടി തന്നെ ആയിരുന്നില്ലേ? ആയിരുന്നു. അത് തെളിയിക്കാൻ വേണ്ട എവിഡൻസ് ഞാൻ അയച്ചു തരാം, ഫോട്ടോഗ്രാഫ്സും മറ്റും. മതി, ബാക്കി ഞാൻ ചെയ്തോളാം. പിന്നെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നീൽ എന്റെ ബന്ധുവാ, എന്റെ വല്യച്ഛന്റെ മകൻ. മാരകമായിട്ട് അവന് പരിക്കേൽക്കരുത്. ഇല്ല, ബാലൻസ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ ഇത് തന്നത് ഞാനാണെന്ന വിവരം മറ്റാരും അറിയരുത്. അത് പ്രത്യേകിച്ച് പറയണോ? സോഴ്സ് ഞങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താറില്ല. എങ്കിൽ ശരി. ശരി. ആദ്യം തന്നെ തെറ്റി. ഡാൻസ് ക്യാമറ നോക്കി കളിക്കണം. അതിൽ കാര്യം എന്നാലേ ആളുകൾ. രണ്ട്, കണ്ണാടി വെച്ച് ആങ്കർ ചെയ്യാൻ പാടില്ല. ക്യാമറയുടെ റിഫ്ലക്ഷൻ കാണും. അതറിയോ? ഞാൻ ഇന്ന് ജഡ്ജിന്റെ കോസ്റ്റ്യൂമിലാണ്. ഹലോ, ജഡ്ജിന്റെ അതെ, മഹേശ്വരനാണ്. ഫസ്റ്റ് തന്നെ തെറ്റി. നീൽ എന്റെ മകനാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കണം. സ്വാതിയോ? സ്വാതി നീലിന്റെ ഭാര്യ. ഡാൻസ് ആയിരുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. അതിന്റെ ആണോ? ശരി ശരി. എടാ ഗിരി, ആ ന്യൂസ് ചാനൽ ഒന്ന് വെച്ചേ. നീലിനെ കുറിച്ച് എന്തോ പറയുന്നു. ഭാര്യയുടെ തടി കൂടിയെന്ന കാരണം പറഞ്ഞ് വിവാഹമോചനത്തിനൊരുങ്ങുകയാണ് നടനായ നീൽ മഹേഷ്. സമീപകാലത്ത് പരസ്യചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു നടനാണ് നീൽ മഹേഷ്. ഭാര്യയായ സ്വാതിയുടെ തടിയാണ് വിവാഹമോചനത്തിനുള്ള കാരണമായി നീൽ മഹേഷ് കണക്കാക്കുന്നത്. വിവാഹമോചനം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നീൽ മഹേഷ്. ഈ വിഷയത്തിൽ പല വനിതാ സാംസ്കാരിക പ്രവർത്തകരും പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്. ഇവിടത്തെ ടി വി നിനക്ക് ഓഫാക്കാം, നാട്ടിലുള്ള ടി വി ഒക്കെയോ? ആരാ ഇത് മീഡിയക്ക് കൊടുത്തത്? അത് ശരി, ഇപ്പൊ കൊടുത്തതായ കുറ്റം. നീ അയച്ച വക്കീൽ നോട്ടീസ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? എല്ലാരും കൂടെ എന്നെ നാണം കെടുത്തിയാലുണ്ടല്ലോ. ഇനി എന്ത് നാണം കെടാനാ? ടി വിയിൽ വാർത്ത വന്ന സ്ഥിതിക്ക് ഇത് കൂടുതൽ രൂക്ഷമാവും. എന്നെ നശിപ്പിക്കാൻ നോക്കാ നീ, അല്ലേ? എനിക്കൊന്നും അറിയില്ല. എന്ത് ചോദിക്കുമ്പോഴും എനിക്കൊന്നും അറിയില്ല. അവളോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? വക്കീൽ നോട്ടീസ് നീ അയച്ചത് തന്നെയല്ലേ? തടിയാണ് ഡൈവോഴ്സിനുള്ള കാരണമായിട്ട് നീ അതിൽ പറഞ്ഞിരിക്കുന്നേ. വാർത്തയെ തെറ്റൊന്നുമില്ലല്ലോ. എന്റെ ഇമേജ്. ഇനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. ഏട്ടത്തിയെ ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ മാത്രം പോരാ, അത് ചെയ്യാതെ ഇരിക്കണം. അത് നടക്കില്ല. നീലേ, ഇത് കൊണ്ടൊന്നും നീ പിന്മാറരുത്. നിന്നെ തളർത്താൻ വേണ്ടി ഇത് മനഃപൂർവ്വം ന്യൂസ് ആക്കിയതാ. നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. വാർത്തയല്ല, പ്രകടനം നടന്നാൽ പോലും നീ വിട്ടുകൊടുക്കരുത്. ഇവള് നിന്നെ കുഴി ചാടിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാ. ഗിരി പറയുന്നതാ ശരി. ഡൈവോഴ്സ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. അങ്ങനെ അങ്ങ് തീരുമാനിക്കടാ. നിനക്കൊന്നും നഷ്ടപ്പെടില്ല നീലേ, മറിച്ച് പലതും കിട്ടുകയും ചെയ്യും. ഇന്ന് നിന്നെ കുറ്റപ്പെടുത്തിയവർ തന്നെ നാളെ നിന്നെ വാഴ്ത്തി പറയും. നീ ആ തീരുമാനം ഉപേക്ഷിക്കും. ഇല്ല,
അത്ര നിസ്സാരമായിട്ട് എടുക്കാവുന്ന പ്രശ്നമാണിതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ലോകം മുഴുവൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആവേശത്തോടെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് നീൽ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കമ്മീഷന്റെ ആ വിളിച്ചു വരുത്തലിന് പ്രസക്തിയുണ്ട്. ഹർജി എഴുതി തയ്യാറാക്കുമ്പോൾ വക്കീലിന് അറിയില്ലായിരുന്നോ ഇതിനിങ്ങനെയൊക്കെ ചില ദോഷങ്ങളുണ്ടെന്ന്? ഞാൻ കരുതിയോ താൻ ആ ഹർജി കൊണ്ട് പത്രക്കാർ കൊടുക്കുമെന്ന്? ഞാനല്ല അത് ചെയ്തത്. പിന്നെ ആരാ? തൻ്റെ വീട്ടിലെ മറ്റാരെങ്കിലും? അതുമല്ലെങ്കിൽ തൻ്റെ ഭാര്യ സമീപിച്ച വക്കീലോ? എന്തായാലും വനിതാ കമ്മീഷൻ സിറ്റിംഗ് തന്നെ സംബന്ധിച്ച് ഒരു വൻ പാരയാ. പത്രക്കാരുണ്ടാവും, കർശന ചോദ്യങ്ങളുണ്ടാവും. വക്കീൽ എൻ്റെ കൂടെ വരില്ലേ? വന്നതുകൊണ്ട് എന്താ പ്രയോജനം? കക്ഷിയെ വക്കീലിൻ്റെ സഹായമില്ലാതെ വിസ്തരിക്കണമെന്ന് കമ്മീഷൻ പറഞ്ഞാൽ അനുസരിച്ചല്ലേ പറ്റൂ. കോട്ടും തൂക്കി ഞാൻ കമ്മീഷൻ ഓഫീസിന് പുറത്ത് നിൽക്കേണ്ടി വരും. കുഴപ്പമായല്ലോ. ഇതിന്ന് എനിക്ക് മനസ്സിലായത് വേറൊന്ന്. ആ കുട്ടിയില്ലേ സ്വാതി, അവൾ നിരപരാധിയാ. അവളുടെ കൂടെ ഈശ്വരനുണ്ട്. അതുകൊണ്ടാ ഈ കേസ് നമ്മൾ വിചാരിക്കാത്ത ഡൈമെൻഷനിലേക്ക് തിരിഞ്ഞത്. ഇനിയും സമയം വൈകിട്ടില്ല. ഒന്നുകിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അതുമല്ലെങ്കിൽ ഡിവോഴ്സ് വേണ്ടെന്ന് വെക്കൽ. ഈ രണ്ട് വഴികളിലൊന്ന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ബുദ്ധി. തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല വക്കീലെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കക്ഷികളെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ച് കേസിന്റെ എണ്ണം കൂട്ടുന്ന വക്കീലല്ല ഞാൻ. അതുകൊണ്ടാണ് ഉപദേശിച്ചത്. ഇനിയെല്ലാം തൻ്റെ ഇഷ്ടം. നമുക്ക് കമ്മീഷനെ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അത് മണ്ടത്തരവുമാണ്. കാരണം കമ്മീഷൻ ഉന്നയിച്ച പ്രശ്നം കോടതിയുടെ മുന്നിൽ വരും. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഡിവോഴ്സിന്റെ സമയത്ത് എന്തായാലും വരുമല്ലോ. അതപ്പോഴല്ലേ. അതുപോലെയല്ല നമ്മൾ പ്രതിയായി ചെല്ലുമ്പോൾ. താൻ ഏതായാലും സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കുക, എന്നിട്ട് എന്നെ വിളിക്കും. വിളിക്കാം. എന്നാ ശരി. എല്ലാം നീലിന്റെ കുറ്റമാ. ഇങ്ങനെ ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അതിന് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ, സ്വയം ഉണ്ടായതല്ലേ. ആ വക്കീൽ നോട്ടീസ് ചാനലിൽ എങ്ങനെ എത്തിയെന്നാ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത്. സ്വാതിക്ക് അങ്ങനെയുള്ള ബുദ്ധിയൊന്നും തോന്നില്ല. വേറെ ആരുടെയോ സഹായം ഉണ്ടായിട്ടുണ്ട്. ആ സഹായം ഇനി അവൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് അപകടവാ. അവള് കൂടുതൽ ശക്തിയാവുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കണം. വേദ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഡിവോഴ്സ് നടക്കാത്തെന്നാ. ഞാൻ എൻ്റെ പരമാവധി നോക്കുന്നുണ്ട് അവളെ ഒഴിവാക്കാൻ. ഒഴിഞ്ഞു പോവാതിരിക്കാൻ അവളും നോക്കുന്നുണ്ട്. ഞങ്ങളിൽ ആര് ജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഡിവോഴ്സിന്റെ ഭാവി. അതെനിക്കറിയാം. പറഞ്ഞു തരണമെന്നില്ല. ഇതിന്റെ ഇടയിൽ കയറി വാർത്തയായതാ പുലിവാലായത്. വാർത്തകള് ജുഡീഷ്യറിയെ സ്വാധീനിക്കും. മീഡിയ അറ്റൻഷനുള്ള കേസാണെന്ന് അറിയുമ്പോ വളരെ സൂക്ഷിച്ചേ ഏത് കോടതിയും വിധി പറയൂ. അത് കോടതിയിലെ കാര്യമല്ലേ. ആദ്യം നമുക്ക് ഇവിടെ നൂരണ്ടേ. ഈ വനിതാ കമ്മീഷന്റെ ഹിയറിംഗിൽ നിന്നും ഇങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒഴിയാൻ വേറെന്തെങ്കിലും ഒരു കാരണം പറയായിരുന്നു. എന്ത് കാരണം? നിയമപരമായി പറയാൻ പറ്റുന്ന ഒരു കാരണവും സ്വാതിക്കെതിരെ പറയാൻ പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. കമ്മീഷൻ അംഗങ്ങളെ സ്വാധീനിക്കാനും പറ്റില്ല. ഏയ്, അങ്ങനൊന്നും ചിന്തിക്കണ്ട. അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കൂ. വക്കീൽ നോട്ടീസ് പിൻവലിച്ചാലോ? എന്നിട്ട് വേറൊന്നും അയക്കാം. അത് വേറൊരു ന്യൂസ് ആവും. ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്നോടാണോ ചോദിക്കുന്നത്? ഓരോന്ന് ചെയ്ത് കൂട്ടിയതിന്റെ ഇപ്പൊ അനുഭവിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ എന്നെ പോലൊരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചാലുള്ള തിരിച്ചടി. നീ എന്നെ കുറ്റപ്പെടുത്താതെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാണ്. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മാർഗം തെളിയാതിരിക്കില്ല. ഞാനല്ലേ പറയുന്നത്, ഒരു വഴി കിട്ടും. ധൈര്യമായിട്ടിരിക്കും.
രണ്ടുപേരും ഒരുമിച്ചാണോ വന്നത്? അതെ. തിരിച്ചു പോകുന്നതൊരിക്കലും അങ്ങനെ ആയിരിക്കില്ല അല്ലേ? എന്താണ് മിസ്റ്റർ നീൽ മഹേഷ്, നിങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? തടി ഒരു കുറ്റമാണോ? ആ കുട്ടി ആഗ്രഹിച്ചിട്ടല്ലോ തടി വന്നത്. ഞങ്ങൾ അറിഞ്ഞത് കല്യാണ സമയത്ത് തന്നെ ഈ കുട്ടിക്ക് ഇത്രയും തടി ഉണ്ടായിരുന്നു എന്നാ. അന്ന് കാണാത്ത എന്ത് ചേർച്ച കുറവാ പിന്നീട് നിങ്ങൾക്കിടയിൽ ഉണ്ടായത്? സ്വാതി അല്ലേ? മോൾക്ക് ആരൊക്കെ ഉണ്ട് വീട്ടില്? ആരുമില്ല. അച്ഛനും അമ്മയൊക്കെ? അമ്മ മരിച്ചു. അച്ഛൻ എവിടാന്നറിയില്ല. സ്വാതി ഏതുവരെ പഠിച്ചു? പഠിച്ചിട്ടില്ല. എന്നെ ആരും പഠിപ്പിച്ചില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ നീലുമായുള്ള വിവാഹം നടന്നത്? പറയൂ. പണം കൊണ്ടോ പഠിത്തം കൊണ്ടോ നിങ്ങൾ തമ്മിൽ ഒരു പൊരുത്തവുമില്ല. പിന്നെ എങ്ങനെയാ ഈ കല്യാണം നടന്നത്? ആരാ ഈ കല്യാണത്തിന് മുൻകൈ എടുത്തത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? ഞാനാണ്. ഓ, എന്നിട്ടാണോ ഇപ്പൊ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നത്? ഇത് സ്ത്രീ സമൂഹത്തെ മുഴുവൻ അവഹേളിക്കല. ഇത് ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് വനിതാ കമ്മീഷന്റെ തെളിവെടുപ്പാണ്. സ്വാതിക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ പറയാം. ഇവിടെ പറയുന്നതൊന്നും പുറത്തേക്ക് പോവില്ല. പറയുന്നതിന്റെ പേരിൽ സ്വാതി ആരും ഉപദ്രവിക്കുകയില്ല. സ്വാതി പറയൂ, നോട്ടീസ് കിട്ടിയപ്പോ എന്താ തോന്നിയത്? വല്ലാതെ അപമാനിക്കപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായില്ലേ? പറ സ്വാതി. സ്വാതിയെ രക്ഷിക്കാൻ വേണ്ടിയാ ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. സ്വാതിക്ക് അപമാനം തോന്നിയോ? ഇല്ല. തടി ഒരിക്കലും ഒരു അപമാനമായി തോന്നിയിട്ടില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെയായിരിക്കും, പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. വെരി ഗുഡ്. ഈ ആത്മവിശ്വാസമാണ് ഒരു സ്ത്രീയുടെ കരുത്ത്. പക്ഷേ തടിയുടെ പേരിലാണല്ലോ നീൽ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സ്വാതിയോടാ ചോദിച്ചത്. അത് പറയൂ. അതിലെനിക്ക് ഒരു പരാതിയില്ല. കാരണം ഈ തടി ഒരു മരുന്ന് കഴിച്ചതിന്റെ അലർജി കൊണ്ട് വന്നതാണെന്ന് കല്യാണ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത്. കല്യാണം കഴിയുമ്പോൾ കുറയ്ക്കാന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് ഞാൻ പാലിക്കാതിരുന്നതുകൊണ്ട് ഏട്ടൻ. എന്നിട്ട് ഈ വിവരം ഡിവോഴ്സ് നോട്ടീസിൽ പറയുന്നില്ലല്ലോ. അതെനിക്കറിയില്ല, പക്ഷെ അതാണ് സത്യം. ഏട്ടനെതിരെ നടപടിയൊന്നും എടുക്കരുത്. എനിക്കിതിൽ ഒരു പരാതിയില്ല. പരാതിയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? പെറ്റീഷൻ ഡിസ്മിസ്ഡ്. നിങ്ങൾക്ക് പോവാം. എല്ലാം ഭംഗിയായി അവസാനിച്ചു അല്ലേ? ഒരുവിധം. താനെന്താ അങ്ങനെ കുറച്ചു പറയുന്നേ? എടോ, ഈ കുട്ടി വിചാരിച്ചിരുന്നെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റുമായിരുന്നു. നന്നായി. ഇങ്ങനെ തന്നെയാ വേണ്ടത്. ഒരുപാട് കേസ് നടത്തിയിട്ടുള്ള ആളാ ഞാൻ. ഒരു കേസ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയാമോ? രണ്ട് കൂട്ടരും വാശി കാണിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒരാൾ താഴ്ന്നു കൊടുക്കാൻ എപ്പോ തീരുമാനിക്കുന്നുവോ അപ്പൊ തർക്കവും അവസാനിക്കും. ഇപ്പൊ എന്തു പറയുന്നു നീല്? ഒരു വീണ്ടും വിചാരം ഉണ്ടാകുന്നുണ്ടോ ഉള്ളില്? ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഇത്രയും നല്ലൊരു കുട്ടിയെ ഉപേക്ഷിച്ച ആ ശാപം മരിക്കുന്നത് വരെ തന്നെ പിന്തുടരും. തന്റെ കോള് വരുന്നതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇപ്പോഴത്തെ കാലം അറിയാലോ, പഴയ പോലൊന്നുമല്ല. സ്ത്രീക്കും പുരുഷനും ഒക്കെ തുല്യ നീതിയാണ്.
നിനക്കിത് എന്തിന്റെ കേടാ? എന്തായാലും പറയാനുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് പറഞ്ഞാൽ പോരെ? അവിടെ വെച്ച് പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണല്ലോ പുറത്തോട്ട് പോവാന്ന് പറഞ്ഞത്. വേദയെ വിളിച്ചിരുന്നോ? ഇല്ല. എന്താ വിളിക്കാത്തത്? എന്തിനാ എപ്പോഴും വിളിക്കുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ പോരെ? നിനക്ക് ഇപ്പൊ ആവശ്യമൊന്നുമില്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? വേദ എന്നെ വിളിച്ചിരുന്നു. നിന്റെ വാട്സാപ്പില് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് കേട്ടു നോക്കാൻ പറഞ്ഞു. ഇതാണോ ഇത്ര വലിയ കാര്യം? നിനക്കിത് ഇത്ര വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷെ വേദയ്ക്കത് അങ്ങനെയല്ല. ആ, നീ വണ്ടി ഒന്ന് നിർത്ത്, ബാക്കി മെസ്സേജ് കേട്ടിട്ട് പറയാം. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. കമ്മീഷന് മുമ്പിൽ നാണം കെടാതെ രക്ഷപ്പെട്ടതിൽ കൺഗ്രാറ്റ്സ്. പക്ഷേ നന്ദി നീലിന് മാത്രമായിട്ട് പറയുന്നത് ശരിയാണോന്നാ ഞാൻ ആലോചിക്കുന്നത്. സത്യത്തിൽ സ്വാതിയല്ലേ നീലിനെ രക്ഷിച്ചത്? അതുകൊണ്ട് നീലിന്റെ ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും സ്വാതിക്ക് അവകാശപ്പെട്ടതാ. തന്നെ വലിയൊരു നാണക്കേടിന്ന് രക്ഷിച്ച പെൺകുട്ടിയോട് ഏതൊരു പുരുഷനും ഒരല്പ അനുകമ്പ തോന്നും. അത് കൂടെ താമസിക്കുന്ന സ്വന്തം ഭാര്യ തന്നെ ആവുമ്പോ അനുകമ്പയല്ല, സ്നേഹം തന്നെ തോന്നും. നീലിന്റെ ഉള്ളിൽ സ്വാതിയോടുള്ള സ്നേഹമാണുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എന്നെ ഒന്ന് വിളിക്കാൻ പോലുള്ള മര്യാദ കാണിക്കാതിരുന്നതെന്നും എനിക്കറിയാം. ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും എനിക്ക് നീലിനെ മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഈ മെസ്സേജ് ഇട്ടത്. കൂടുതലൊന്നും പറയാനില്ല. പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം. 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ സ്വാതിയെ നീൽ ഡിവോഴ്സ് ചെയ്തിരിക്കണം. ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് വേണമെങ്കിൽ നീലിന് സംശയിക്കാം. അല്ല, ഭീഷണിയല്ല, വെറും ഓർമ്മപ്പെടുത്തൽ. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. നാണം കെട്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീലാണ്. നീലിന് എന്തും തീരുമാനിക്കാം. എന്റെ ഭാവി നീലിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഓക്കേ? ഫോൺ ഓഫായിരിക്കുമെന്ന് വേദനോട് പറഞ്ഞിരുന്നു. അവളൊരു വല്ലാത്ത മൂഡില. നീ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ല. നീൽ, ഇനി എല്ലാം നിന്റെ കയ്യിലായിരിക്കുന്നത്. ആത്മഹത്യ ചെയ്യുന്നുള്ള സൂചനയാ വേദ തന്നിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വേദ പറയുന്നത് പോലെ പെരുമാറണം. വെറും 24 മണിക്കൂർ, അതൊന്നും പോരെ എനിക്ക്. അതൊന്നും എനിക്കറിയില്ല. വേദ പറയുന്നത് അനുസരിക്കണമെന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ആലോചിക്ക്, നല്ലവണ്ണം ചിന്തിച്ചൊരു തീരുമാനത്തിലെത്ത്. കുറെ നേരമല്ലോ നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്.
എന്താ നിനക്ക് പറയാനുള്ളത്? എന്താണെങ്കിലും നിനക്ക് എന്നോട് തുറന്നു പറയാം. എനിക്ക് ചെയ്തു തരാൻ കഴിയുന്ന സഹായമാണെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം. സഹായിക്കേണ്ടത് ഇപ്പൊ ഞാനല്ലേ? അങ്ങനെയല്ലേ ഇന്നലെ രാത്രി ഏട്ടൻ എന്നോട് പറഞ്ഞത്? അത് ഞാൻ മദ്യപിച്ച് ബോധം കിട്ട് എന്തോ പറഞ്ഞു. അങ്ങനെ കരുതാൻ ഞാൻ ഏതായാലും തയ്യാറല്ല. മദ്യം ഒരു മറയായിരുന്നു, സത്യം തുറന്നു പറയാനുള്ള മറ. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയല്ല സ്വാതി. ഒരു ഭാഗത്ത് നീ, മറ്റേ ഭാഗത്ത് പാപിയാണ് ഞാൻ, ക്രൂരൻ. ഞാൻ നോക്കിയത് എൻ്റെ മാത്രം സ്വാർത്ഥതകളാണ്. ഒരു കലാകാരനാണെന്ന സത്യം പോലും ഞാൻ മറന്നു. മനുഷ്യത്വമില്ലാത്തവൻ എങ്ങനെ കലാകാരനാകും? അപ്പം ഞാൻ അതുമല്ല. സത്യം പറഞ്ഞ ആരുമല്ല. പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കണം, നീ എനിക്കിപ്പോൾ പഴയ സ്വാതിയല്ല. പുതിയ സ്വാതി, ഏട്ടൻ വെറുക്കാത്ത സ്വാതി, ഏട്ടന് ഇഷ്ടപ്പെടാൻ കഴിയുന്ന സ്വാതി. ഞാൻ കൊതിച്ചിരുന്ന വാക്കുകളാ ഇത്. പക്ഷെ ഇപ്പോ ഈ ഇഷ്ടം അതെനിക്ക് അനുഭവിക്കാൻ പറ്റാത്തിടത്തോളം കാലം അതുകൊണ്ട് എനിക്ക് എന്താ ഏട്ടാ പ്രയോജനം? ഞാൻ സ്വപ്നം കണ്ടതും പ്രാർത്ഥിച്ചതും ഒക്കെ വെറുതെയായി. സാരമില്ല, എന്റെ യോഗം ഒരുപക്ഷെ ഇതായിരിക്കും. എന്നെ വെറുക്കരുതെന്ന് പറയാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. സത്യത്തിൽ ഇപ്പോൾ ഒരു മലവെള്ളം വന്ന് എല്ലാം അവസാനിച്ചെങ്കിലെന്നാ ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഏട്ടനെ മാത്രം ധ്യാനിച്ചു കഴിയുന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾ എന്ത് തെറ്റാ ചെയ്ത്? വേദയോട് എനിക്കൊരു ദേഷ്യവുമില്ല, ആരോടുമില്ല. ഉള്ളത് എന്നെ ഈ ഭൂമിയിലേക്ക് ഇതൊക്കെ അനുഭവിക്കാൻ ജനിപ്പിച്ചു വിട്ട അച്ഛനോടും അമ്മയോടും മാത്രം. എന്നെ തനിച്ചാക്കിയിട്ട് രണ്ടാളും പോയി, അമ്മമ്മയും പോയി. ഇപ്പതാ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവുമെന്ന് കരുതിയ ഏട്ടനും പോന്നു. പൊയ്ക്കോളൂ, എല്ലാവരും പൊയ്ക്കോളൂ. സ്വാതി തനിച്ച ജനിച്ച അന്ന് മുതൽ അങ്ങനെയായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ. പൊയ്ക്കോളൂ സ്വാതി. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് പിരിയാം. ഏട്ടൻ ഞാൻ കാരണം വിഷമിക്കരുത്. ഞാൻ കാരണം ആരും വിഷമിക്കരുത്. എല്ലാ വ്യവസ്ഥകളും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ജോയിന്റ് പെറ്റീഷൻ, അതിൽ ഞാൻ ഒപ്പിടും. ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് പിരിയുന്നു. ഒറ്റ വരി, എത്ര എളുപ്പം. വാദങ്ങളില്ല, തർക്കങ്ങളില്ല. വളരെ എളുപ്പം. ഞാൻ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം, ഒരേ ഒരു ദിവസം എല്ലാം മറന്ന് എനിക്കൊന്ന് സന്തോഷിക്കണം. മോളെ സ്വാതി, ഇരിക്കെ. വിളമ്പാൻ ഞാനും കൂടാമേ. അത് വേണ്ട,
അത് ഞങ്ങൾ ചെയ്തോളാം. വേണ്ട, അമ്മ ഇരിക്കെ. ഞാൻ വിളമ്പാം. ഇരിക്കേട്ടാ. ആ ഗൗരി ഇരിക്ക. എനിക്ക് പിന്നെ മതി. അതെന്താ? മതി, അത്ര തന്നെ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഗൗരിയും കൂടി ഇരിക്കണം, എന്നാലേ എനിക്ക് സന്തോഷാവുള്ളൂ. നിന്നെ സന്തോഷിപ്പിക്കലല്ല എന്റെ ജോലി. ഹാ, ഇങ്ങനെ നിസ്സാര കാര്യത്തിന് വഴക്കിടല്ലേ ഗൗരി. എപ്പോഴായാലും കഴിക്കണം. എന്നാ പിന്നെ അത് ഇപ്പൊ കഴിച്ചാൽ എന്താ? നമ്മളൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടല്ലേ മോളെ സദ്യ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ സഹകരിക്കല്ലേ വേണ്ടത്. ആഘോഷോ? എന്താഘോഷം? ഇന്ന് ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ? ആ, ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഇന്ന്. പിരിയിളകിയോ എല്ലാവർക്കും? എന്ന് വെച്ചാ ഇവരുടെ ഇടയിലെ പിണക്കങ്ങളൊക്കെ തീർന്ന് ഇവരൊന്നായ ദിവസം. ഓ അങ്ങനെ. എന്താ നീലേ, നിന്റെ ഐഡിയ ആണോ ഈ സദ്യ? ഇനിയിപ്പോ അതിൽ കയറി പിടിക്കണ്ട. നീ വന്നിരിക്കാൻ നോക്ക്. മതി. ആ ഇരിക്കമ്മേ, ഇരിക്കും. ഇനി സ്വാതി അപ്പി പോയിരുന്നോ? ചാച്ചി വിളമ്പി തരാം. അതെ, ഇരിക്കും മോളെ. കുറച്ചു മതി അമ്പിളി. നല്ല രുചി. അത്രയ്ക്ക് രുചിയൊന്നുമില്ല, ഒരാവറേജ്. നല്ലതൊന്നും അല്ലെങ്കിൽ നായ്ക്ക് പിടിക്കില്ല. നായ് നിന്റെ. എന്താ ഗൗരി, കൊച്ചുകുട്ടികളെ പോലെ? അപ്പൊ ഇവൻ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താ ഇത് രണ്ടും കൂടെ? മിണ്ടായിരുന്നു കഴിക്ക്. കുറച്ച് സാമ്പാർ. എന്താ കഴിക്കാത്ത? പറഞ്ഞതൊക്കെ മറന്നുപോയോ? എന്താ? അത് അല്ല, ആദ്യമായിട്ടാ എല്ലാരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നേന്ന് പറയായിരുന്നു. അതെ അതെ, എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഒരു തൃപ്തി വേറെ തന്നെ. അത് നീ പറഞ്ഞു ശരി. അമ്പിളി, കുറച്ച് പുളിശ്ശേരി എടുക്ക. മതി മതി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ഇനി എന്താ ബാക്കി? ഒന്നുമില്ല. കഴിഞ്ഞു എൻ്റെ വേഷം. ഇനി പടിയിറങ്ങാം. സ്വാതി, ഞാൻ മറ്റൊരു വഴിയില്ലാത്തോണ്ട. ദയവ് ചെയ്ത് ഇനി ഇവിടെ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത്. പിങ്ങി പൊട്ടിപ്പൂഞ്ഞ്. പണ്ട് അമ്മമ്മ പറയാറുണ്ടായിരുന്നു, നമ്മൾ ഈ ലോകത്തെ വെറും വിരുന്നുകാരാണെന്ന്. എവിടെന്നോ വരുന്നു, കുറച്ചു ദിവസം ജീവിക്കുന്നു, എങ്ങോട്ടോ പോകുന്നു. ഞാനും ഈ വീട്ടിലെ വിരുന്നുകാരിയായിരുന്നു. അത് കഴിഞ്ഞു. ഇനി പോണം. പോകുമ്പോ കൂടെ ഞാൻ ഒരുപാട് നല്ല ഓർമ്മകൾ കൊണ്ടുപോകുന്നുണ്ട്. അത് മതി എനിക്ക്. ഞാൻ നിനക്ക് നല്ലതൊന്നും തന്നിട്ടില്ലല്ലോ.